നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എത്തുന്നതുകൊണ്ട് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ചത്. നിയമസഭയിലെ കക്ഷിനിലയിലോ ഭരണമാറ്റത്തിലോ നിർണായകമൊന്നുമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. എന്നാൽ രാഷ്ട്രീയമായി ഒട്ടേറെ കാരണങ്ങളുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിനെ വീറുറ്റതും മസ്റ്റ് വിൻ പൊസിഷനിൽ എത്തിക്കുന്നതിലും. നിലമ്പൂർ UDFന്റെ ഉറച്ച മണ്ഡലമായിരുന്നു ഒരു കാലത്ത്. 1967 തുടങ്ങിയ നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉരുക്കുകോട്ടയായി അത് നിലകൊണ്ടു. 3 തവണ മാത്രമാണ് ഇടതിന് നിലമ്പൂരിൽ നിന്ന് വിജയിക്കാനായത് എന്നത് ചരിത്രമാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ കുത്തകയായിരുന്ന മണ്ഡലം 2016 PV അൻവർ എത്തിയതോടെ മനസ്സ് മാറ്റുകയായിരുന്നു. 2021 അത് ആവർത്തിച്ചു. എന്നാൽ രാഷ്ട്രീയ ചിത്രം ഇന്ന് മാറിയിരിക്കുകയാണ്. PV അൻവർ ഇപ്പോൾ UDF പാളയത്തിലാണ്. അതിനാൽ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് UDFന്റെ ആദ്യ ദൗത്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതും. പുതിയ അധ്യക്ഷൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിലും UDFന് വിജയം സുനിശ്ചിതമാക്കേണ്ടതായിട്ടുണ്ട്. പാലക്കാടിന് പിന്നാലെയുള്ള വിജയം ഇരട്ടി മധുരമാക്കും എന്നത് തീർച്ചയാണ്. അടുത്തെത്തുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഊർജ്ജവും ആവേശവും അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. പ്രവർത്തകർക്കും അത് പുതിയ ഉണർവ് നൽകും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. ഭരണപരാജയം എന്ന മുഖ്യ മുദ്രാവാക്യത്തിന് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ പരീക്ഷണം കൂടിയാവും ഈ തെരഞ്ഞെടുപ്പ്. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി എതിരാളിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനാണ് UDFന്റെ നീക്കം. ദേശീയപാത അഴിമതി മുതൽ മാസപ്പടി വിവാദങ്ങൾ വരെ ഒട്ടേറെയുണ്ട് തെരഞ്ഞെടുപ്പിൽ UDFന്റെ ആയുധങ്ങളായി. 3ാം വട്ടവും അധികാരത്തിലേക്ക് എന്ന് പ്രചാരണത്തിൻ്റെ മുനയൊടിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപ് ഈ പ്രചരണത്തെ ഫലപ്രദമായി ഒറ്റക്കെട്ടായി നേരിടാനാണ് UDF ഒരുങ്ങുന്നത് തന്നെ. ചരിത്രം പോലെ തന്നെ വർത്തമാനകാലവും UDFന് അനുകൂലം തന്നെയാണ്. ദേശീയപാതയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും ജനമനസ്സുകളിൽ രോഷമായി നിലനിൽക്കുകയാണ്. വന്യജീവി ആക്രമണം ചെറുക്കുന്നതിലെ നിഷ്ക്രിയത്വവും ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാനാവാത്ത പിടിപ്പുകേടും നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. BJPയുമായുള്ള രഹസ്യബന്ധവും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസുകൾ ഒതുക്കപ്പെടുന്നതും രാഷ്ട്രീയമായി തന്നെ നേരിടേണ്ടി വരും. ഇതെല്ലാം UDFന്റെ രാഷ്ട്രീയ ആവശ്യമായി നിലനിൽക്കെ രാജിവെച്ചൊഴിയേണ്ടി വന്ന അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടിയാണ് പരീക്ഷിക്കപ്പെടാൻ പോകുന്നത്. പിണറായിക്കെതിരെ വലിയ മുദ്രാവാക്യങ്ങളും ആരോപണങ്ങളും ഉയർത്തുന്ന അൻവറിൻ്റെ നിലപാട് ഉറപ്പിക്കാൻ ഇത്തവണ UDF ജയിക്കേണ്ടതായിട്ടുണ്ട്. UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അംഗീകരിക്കുമെന്നാണ് അൻവറിൻ്റെ നിലപാട്. UDF സ്ഥാനാർത്ഥി ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായിരിക്കും. ജനങ്ങളും പിണറായിസവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്നാണ് അൻവർ പറയുന്നത്. ആ ഏറ്റുമുട്ടലിൽ ആരെ നിർത്തിയാലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് നിലമ്പൂരിലെ ജനങ്ങൾ UDFന്റെ സ്ഥാനാർത്ഥിയെ കാണാൻ പോകുന്നത്.